ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കാണിക്കാൻ പോണേ അല്ലേ അമ്മ? തട്ടട്ടോളിങ്ങള് കുഴപ്പമില്ല സൈബ അല്ലേ? ഉമ്മ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മ അതിന്റെ ഉള്ളിൽ എന്തോ ബ്ലാങ്കറ്റ് ഒക്കെ വെച്ചിരുന്നു. അതെവിടെ ഉമ്മ? അടുത്ത് വെക്കോ? അതെന്തേ അപ്പൊ ബ്ലാങ്കറ്റ് എന്തിനാ നീ ഇതടുത്തത്? അപ്പൊ പൗഡർ ഒന്നും തുടച്ചല്ല, ലേശം ഓപ്പറേഷത്തിന് പോകണമെങ്കിൽ ചമഞ്ഞു പോവാനോ ചെലപ്പോ ഇനി തിരിച്ചൊരു വരവില്ലെങ്കിലും. നിങ്ങള് വിഷമിക്കണ്ട. ഞമ്മക്ക് എന്ത് ചെയ്യാ അറിയോ, ഈ കൂട്ടത്തില് മംഗൾത്തമ്മന്റെ കൂടി ഉണ്ട് കഴിച്ചാളാ. മാർക്കോ ഇതെടുത്തക്കട്ടെ ഇതെന്തിനാണ്? ഇത് നിങ്ങക്ക് വേണമെങ്കിൽ കിടക്കടാ. എനിക്ക് അന്തസ്സിലുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പം എവിടെയും പുറത്തെവിടെയും പോയി കിടക്കേണ്ടി വരും. കുഴപ്പമില്ല, നമ്മള് കിടന്നോണ്ട് അങ്ങനത്തെ സീനൊന്നും വരില്ല. അതൊന്നും വരില്ല. നിങ്ങൾ അതൊന്നും ഇതാക്കണം. നിങ്ങൾ എന്തൊക്കെ എടുത്തിട്ടുള്ളത് ഇപ്പൊ നോക്കട്ടെ. ഇത് സേവന്റെ ഡ്രസ്സൊക്കെ എന്തിനെടുത്ത്? സേവ വരുന്നുണ്ട് വെച്ചിട്ട് ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്ത് എന്തിനാ? രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. അവിടുന്ന് മാറ്റണ്ടേ? ഓ അങ്ങനെ. ഇത് രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ ഇത് ഫുൾ ആയിക്കണല്ലോ. 3 ദിവസം നിൽക്കുമ്പോ 3 മാക്സി കണ്ടേ? 3-4 മാക്സി ഉണ്ട്, 4 മാക്സി ഉണ്ട്. എന്താണ് അത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രസവത്തിന് അഡ്മിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അഡ്മിറ്റ് ആവാൻ പോവാണ് മംഗലത്തമ്മ. മംഗലത്തമ്മക്ക് സന്തോഷാണ്, അതിന് വലിയ വിഷയമൊന്നുമില്ല. ഇമ്മക്ക് ഫുള്ള് അഭിനന്ദനങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് അല്ലെ? ശരിക്കും നമ്മൾ ഇന്നലെ ആയിരുന്നു ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ മുതൽ നമുക്ക് തുടങ്ങിയതാണ് കൊറേ ഇത് അല്ലേ? എല്ലാരും വിളിക്കുകയാണ്. കണ്ടില്ലേ ഉമ്മ പൗഡർ ഒക്കെ ഇട്ട് ഉമ്മ നിങ്ങള് പറയട്ടോ. ഉമ്മ സാധാരണക്കാര് ഭയങ്കര ലുക്കിലാണ് എന്നുള്ളത്. വയനാട്ടിലെ വയനാട്ടിൽ സീബമ്മോടെ ക്ലാസ്സിൽ വലിയ കുട്ടിയില്ലേ, അവളെ എളാമണ്ടില്ലേ ഷഹന, അവള് മെസ്സേജ് അയച്ചിക്കണ്. വീഡിയോ കണ്ടിട്ട് അതിൽ സർജറി ഉണ്ട് പറഞ്ഞിട്ട് എല്ലാരും ഇതാക്കിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് കൊറേ കവറൊക്കെ ഉണ്ടല്ലോ? അത് ക്ലാസ് ഉണ്ട്, കപ്പ് ഉണ്ട്. ഇതെന്തിനാണ്? നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം. അതിന് ഗ്ലാസും കപ്പ് എന്തിനാ? എനിക്ക് എന്തെങ്കിലും കുടിക്കണ്ടേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ല പോണത്. അല്ല, അവിടുന്ന് അതൊന്നും തരൂലല്ലോ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിനെ പറ്റി എന്തെങ്കിലും അറിയോ? എന്തൊരു കഷ്ടാണ്. ഇതെന്താ ഹെൽമെറ്റ്? ക്യാമറയില് കാണായത്. ഇപ്പൊ കിളിക്ക് ഫുഡ് കൊടുക്കാട്ടോ. അങ്ങനത്തമ്മ എന്താ നിങ്ങക്ക് പറയാനുള്ളത്? എന്ത് പറയാനുള്ളത്? ഇങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാ പോണ്ടി? ഹോസ്പിറ്റലിലേക്ക് പോകണമായിട്ട്. ഫോൺ എടുത്തോളൂ. നിങ്ങളെ ഫോണിലേക്കാണല്ലോ ആശംസകളൊക്കെ വരുന്നത്. എന്റെ ഫോണിലേക്ക് ആരും വിളിക്കല്. ഫോൺ എടുത്തോളി. ചാർജർ എടുത്തുക്കണം. ചാർജർ എടുത്ത് കൊടുക്കിങ്ങള്. പിന്നെ നിങ്ങളെന്തിനാ കൊണ്ടാണ്? നിങ്ങളെ നമ്മള് നോക്കാനാണ്. ചാർജർ ഏതാന്ന് നോക്കറിയില്ലേ? എനിക്കറിയില്ലല്ലോ. അതെന്നെ പറയുന്നത്. അങ്ങനെ കൂട്ടാഞ്ഞതൊന്നുമല്ല. എന്റെ എത്താത്ത വരാന്ന് പറഞ്ഞ്, ഓളോട് വരണ്ട പറഞ്ഞ്, സിങ്കിനോട് വരണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ അതൊരു ഉണ്ടാവിച്ചിട്ടാണ്. അമ്മ ഉണ്ടല്ലോ, അമ്മയുണ്ട്. റോഷു പ്രാവശ്യം പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടേ കൊണ്ടുള്ളൂ എന്നുള്ള വാശിയില്ല. ഞങ്ങൾ അങ്ങനെ ഇപ്പൊ നല്ല ഒരുങ്ങി കെട്ടി അടിപൊളിയായിട്ടാണ് പോണത്. ഉമ്മക്ക് ഓപ്പറേഷൻ, മക്കൾക്ക് ആഘോഷം. കണ്ടില്ലേ? ഫുള്ള് സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് പോണത്. അല്ല ഈ എന്തിനാ ഇത്ര ഡ്രസ്സൊക്കെ എടുക്കണേ? മേക്കപ്പ് സാധനാ ഇതെന്തിനമ്മ? അതെന്താണ്? ഓള് വരുമ്പോണ്ട് ഓളതാണ്. അതെന്താണ് അതില്? എന്നാ ശരി, അതാ മൈക്ക് വന്ന് ഇപ്പനെ എടുത്താട്ടോ. ഇപ്പനെ ഇവിടുന്ന് ഇന്നും കൊണ്ട് സംസാരിക്കാന്ന് അപ്പന്റെ വിചാരം. അതവിടെ വെച്ചാ മതി, നമ്മൾ അവിടെ സംസാരിക്കുമ്പോ കേക്കാം. എന്നാ ശരി, അസ്സലാമലൈക്കും. അത് വേണ്ട, അത് മൈക്ക് വേണ്ട. അത് മൈക്കല്ല, അത് ക്യാമറ കുത്തണം. അവിടെ ചൊല്ലി ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പാത്രങ്ങൾ ഞാൻ കാണിച്ചതാ. ഇത് പിടിക്കപ്പാ. പാത്രങ്ങൾ ഉമ്മടുത്ത പാത്രങ്ങളാട്ടെ കാണുന്നത്. ഒരു കൈപ്പാട്ട, ഒരു കൈപ്പാട്ട, 2 ടിഫിൻ പാത്രം, ഒരു പ്ലേറ്റ് ഒക്കെ എടുത്തിക്കണം. അടിപൊളിയാണ്. ഒലിന്നാണ് വിളിക്കുന്നത്. ശരിക്കും അതിന്റെ പേര് ദാമുവാണ് അല്ലേ സൈബ? ആൾക്കാരൊക്കെ എന്താണ് അതാ ഒലി പോയി.
നമ്മള് വന്ന കാര്യം മറന്നുപോയോ? കറക്റ്റ് ഇപ്പഴേ റോഷു ഇപ്പഴേ ഈ കൊലച്ച വാഴ മനസ്സിലായില്ല? ഇപ്പഴാണ് കൊലച്ച വാഴ. ഓൾക്ക് മാത്രമുള്ളല്ലോ വിഷമം, നമുക്കൊന്നും വിഷമില്ല. ഇപ്പോൾ എൻ്റെ മോളെ കൊണ്ട് എല്ലാവരും പറയില്ലേ മോളെ ഇതിലാണ് എങ്ങനെയാണ് പക്കത നല്ല മോളാണ്. എന്തിനാ ഇത്ര ആൾക്കാരെ കൂട്ടിയത്? ഇപ്പൊ മംഗലത്ത് നമുക്ക് ട്രിപ്പ് ഇട്ട് കിടത്തണ്ട, സീബക്ക് പേടിപ്പനി, മംഗലത്തമ്മന് ട്രിപ്പ് ഇട്ട് കിടത്തണം. അതല്ല, സിംഗി കൂടി വന്നിരുന്നെങ്കിൽ ഇതിൽ കോമഡി ആയതാ ഞാനാലോചിക്കുന്നത്. ഇത്ര ആൾക്കാര് നമുക്ക് ഒരു കുഴപ്പമില്ല, ഉമ്മ നടക്കണം. ഉമ്മ എന്തോ ഉള്ളിലെന്തോ വലിയ അല്ല, അത് ചെയ്താലാണ് ഫസ്റ്റ് വേണ്ടത് പറഞ്ഞത്. വലുതായിക്കണെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ നടന്നെന്ന് എല്ലാരും അത്ഭുതട്ടോ. അങ്ങനെ വളരെയധികം പാക്കിങ്ങോടെയും പാക്കിംഗ് ഒക്കെ ചെയ്ത് പ്ലാനിങ്ങോടെ വന്നിട്ട് ഡേറ്റ് മാറ്റി ഗൈസ്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തെന്ന് പറയും. അല്ല സോറി, ഡേറ്റ് ഫിക്സ് ചെയ്തു ഗൈസ്. ഇമ്മനെ ഇവിടെ ഡേറ്റ് ഒന്നുകൂടി ഫിക്സ് ആവാണ്ട് കൊണ്ടാക്കി കൊടുത്തിട്ട് ഇന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് ഇമ്മനെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. ടെസ്റ്റുകൾ അന്നും ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് രാത്രി ആകുമ്പോഴത്തേന് ആരെങ്കിലും ഒരു നേരം പോയിട്ട് കൊണ്ടുവന്നാൽ പോരെ. എന്തിനാ അതിനെ ഇനിയിപ്പോ ഓക്സിജൻ അല്ല, മംഗലത്തമ്മ അതൊക്കെ അതിന്റെ ഇടയിൽ നമുക്ക് പോവാം. ഇപ്പൊ വീട്ടിലേക്ക് പോവാം. കാരണം ഒരു കാര്യമുണ്ട്, തൈറോയിഡിന്റെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ആരുതാണ് എന്താണ് ഒക്കെ അറിയാത്തുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ നമ്മള് ആ ഒരു വിദേശ